ഹലോ ഫ്രണ്ട്സ്, എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് PWD ഇലക്ട്രോണിക്സ് വിങ്ങിൻ്റെ 28/12/2021 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തത്. അതിൽ 25 ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത സെറ്റ് പാർട്ട് 2 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 51. According to Kepler's law, the orbit of any smaller body about a larger body is always dash. Options A circular, B polar, option C ellipse, ഓപ്ഷൻ ഡി ഇൻക്ലൈൻഡ്. ഏതാണ് കെപ്ലറിൻ്റെ ഫസ്റ്റ് ലോ അല്ലേ, ലോ ഓഫ് ഓർബിറ്റ് പ്രകാരം ഏതാണ് വരുന്നത്? ഏതൊരു സ്മോളർ ബോഡിയും ഒരു ലാർജർ ബോഡീനെ ഓർബിറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി എലിപ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 52. പെരിജീസ് എന്താണ്? ഓപ്ഷൻസ് എ ദ പോയിന്റ് ഓൺ ദ സാറ്റലൈറ്റ് ഓർബിറ്റ് ഫാർദസ്റ്റ് ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്ത്, ഓപ്ഷൻ ബി ദ പോയിന്റ് ഓൺ ദ സാറ്റലൈറ്റ് ഓർബിറ്റ് നിയറസ്റ്റ് ടു ദ സെൻറ്റർ ഓഫ് എർത്ത്, ഓപ്ഷൻ സി പോയിന്റ് ഓൺ ദ എർത്ത് ദാറ്റ് ഈസ് ഫാർദസ്റ്റ് ഫ്രം ദ സെൻറ്റർ ഓഫ് സാറ്റലൈറ്റ് ഓർബിറ്റ്, ഓപ്ഷൻ ഡി ദ പോയിന്റ് ഓൺ ദ എർത്ത് നിയറസ്റ്റ് ടു ദ സെൻറ്റർ ഓഫ് സാറ്റലൈറ്റ് ഓർബിറ്റ്. ഈ പെരിജി അപ്പോജി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. എന്താണ് പെരിജി എന്ന് പറയുന്നത്? പോയിന്റ് ഓൺ ദ സാറ്റലൈറ്റ് ഓർബിറ്റ് നിയറസ്റ്റ് ടു ദ സെൻറ്റർ ഓഫ് എർത്ത് ആണല്ലേ. അപ്പോൾ അപ്പോജി എന്താണ്? പോയിന്റ് ഓൺ ദ സാറ്റലൈറ്റ് ഓർബിറ്റ് ഫാർദസ്റ്റ് ഫ്രം ദ സെൻറ്റർ ഓഫ് എർത്ത്. ഇവിടെ നമുക്ക് പെരിജിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 53. 53 എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ഇൻക്ലിനേഷൻ ഓഫ് എ റിട്രോഗ്രേഡ് ഓർബിറ്റ് ലൈസ് ബിറ്റ്വീൻ. ഓപ്ഷൻസ് എ എന്താണ്? 0 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി, ഓപ്ഷൻ ബി 90 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി, ഓപ്ഷൻ സി 180 ഡിഗ്രി ആൻഡ് 270 ഡിഗ്രി, ഓപ്ഷൻ ഡി 270 ഡിഗ്രി ആൻഡ് 360 ഡിഗ്രി. ഈ റിട്രോഗ്രേഡ് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓർബിറ്റ് ദാറ്റ് മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് പ്ലാനറ്റ് റൊട്ടേഷൻ ആണ് അല്ലേ. ഇതിൻ്റെ ഇൻക്ലിനേഷൻ എപ്പോഴും 90 ഡിഗ്രിയെക്കാട്ടിലും ഗ്രേറ്റർ ആയിരിക്കും, അതുപോലെ 180 ഡിഗ്രിയെക്കാട്ടിലും ലെസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്ഷൻ ബി 90 ആൻഡ് 180 ഡിഗ്രി ആണെന്നാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 54. ജിയോസിങ്ക്രണസ് ഓർബിറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് ഡാഷ് എബവ് ദ സർഫസ് ഓഫ് ദ എർത്ത്. ഓപ്ഷൻസ് എ 5000 കിലോമീറ്റർ, ബി 46,756 കിലോമീറ്റർ, ഓപ്ഷൻ സി 34,000 കിലോമീറ്റർ, ഓപ്ഷൻ ഡി 35,786 കിലോമീറ്റർ. ഈ ജിയോസിങ്ക്രണസ് ഓർബിറ്റ് നമ്മൾ ഒരു എറൗണ്ട് നമ്മൾ പറയും 36,000 കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ പറയുക അല്ലേ. എന്നാൽ എക്സാക്റ്റ് വാല്യൂ എത്രയാണ്? 35,786 കിലോമീറ്റർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 55. ദ പ്രോജക്റ്റ് ഇറിഡിയം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആപ്ലിക്കേഷൻ ഓഫ്. ഓപ്ഷൻസ് എ ലിയോ സാറ്റലൈറ്റ്, ഓപ്ഷൻ ബി മിയോ സാറ്റലൈറ്റ്, ഓപ്ഷൻ സി ജിയോ സാറ്റലൈറ്റ്, ഓപ്ഷൻ ഡി ഹിയോ സാറ്റലൈറ്റ്. പ്രൊജക്റ്റ് ഇറിഡിയം എന്ന് പറയുന്നത് ഇതിലൊരു 66 ആക്റ്റീവ് സാറ്റലൈറ്റ് നമുക്കൊരു 780 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ ഓർബിറ്റ് ചെയ്യുന്നതാണ് അല്ലേ. നമുക്ക് ഗ്ലോബൽ മൊബൈൽ വോയിസ് ആൻഡ് ഡേറ്റ കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ടുള്ള സാറ്റലൈറ്റാണ്. ഇത് ഏതിലാണ് വരുന്നത്? ലിയോ സാറ്റലൈറ്റിലാണ് വരുന്നത് അല്ലേ. 780 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ലോ എർത്താണ്, ലിയോ സാറ്റലൈറ്റാണ് പ്രൊജക്റ്റ് ഇറിഡിയം വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 56. The apogee and perigee are always exactly opposite to each other. The statement is options A true, option B false, option C partially true, option D irrelevant. അപ്പോജിയുടെയും പെരിജിയുടെയും കേസ് തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോജി എന്ന് പറയുന്നത് സാറ്റലൈറ്റ് ഓർബിറ്റിൽ സണ്ണിൻ്റെ ഫാർദസ്റ്റ് വരുന്നതും പെരിജി എന്ന് പറയുന്നത് നിയറസ്റ്റ് വരുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്തായിരിക്കും? എക്സാക്ട്ലി ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ ആണല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ട്രൂ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 57. ദ ബേസിക് കാസഗ്രെയിൻ ആൻറ്റിന കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയാണ്? ഓപ്ഷൻസ് എ മെയിൻ പാരാബോളോയിഡ് ആൻഡ് എ സബ് റിഫ്ലക്ടർ വിച്ച് ഇസ് എലിപ്സോയിഡ്, ഓപ്ഷൻ ബി എ മെയിൻ പാരാബോളോയിഡിക്കൽ റിഫ്ലക്ടർ, ഓപ്ഷൻ സി എ മെയിൻ പാരാബോളോയിഡ് ആൻഡ് എ സബ് റിഫ്ലക്ടർ വിച്ച് ഇസ് ഹൈപ്പർബോളോയിഡ്, ഓപ്ഷൻ ഡി എ മെയിൻ ഹൈപ്പർബോളോയിഡ് ആൻഡ് എ സബ് റിഫ്ലക്ടർ വിച്ച് ഇസ് പാരാബോളോയിഡ്. ഈ കാസഗ്രെയിൻ ആൻറ്റിന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിഫ്ലക്ടറിൻ്റെയൊക്കെ കേസിൽ പഠിച്ചപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു അല്ലേ. പാരാബോളിക് റിഫ്ലക്ടറിൻ്റെ കേസിൽ നമ്മൾ 4 ടൈപ്പ് റിഫ്ലക്ടർ പഠിച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഫീഡ് അല്ലെങ്കിൽ ഫോക്കൽ ഫീഡ്, അതുപോലെ കാസഗ്രെയിൻ, പിന്നെ ജിയോഗ്രെയിൻ, പിന്നെന്തായിരുന്നു ഗ്രിഗോറിയൻ അല്ലെങ്കിൽ ഓഫ്സെറ്റ് ഫീഡ്. അങ്ങനെ 4 ടൈപ്പ് പാരാബോളിക് റിഫ്ലക്ടറിൻ്റെ ഫീഡ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ കാസഗ്രെയിൻ ഫീഡ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഏതാണ് വരുന്നത്? അതിൽ ഒരു മെയിൻ പാരാബോളോയിഡും ഒരു സബ് റിഫ്ലക്ടർ ഹൈപ്പർബോളോയിഡ് ആയിട്ടുള്ളതും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 58. ക്വസ്റ്റ്യൻ നമ്പർ 58 എന്താണ്? ഡിനോട്ടിംഗ് ദ ഫോക്കൽ ഡിസ്റ്റൻസ് ഓഫ് എ പാരാബോളിക് റിഫ്ലക്ടർ ബൈ പി ആൻഡ് ഫോക്കൽ ലെങ്ത് എഫ്, ദെൻ ദ സ്പേസ് അറ്റന്വേഷൻ ഫംഗ്ഷൻ SAF ഈസ് ഗിവൺ ബൈ. ഏതാണ്? അതിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എ P/F, ഓപ്ഷൻ ബി P/F ദ ഹോൾ സ്ക്വയർ, ഓപ്ഷൻ സി F/P, ഓപ്ഷൻ ഡി F/P ദ ഹോൾ സ്ക്വയർ.
അപ്പം സ്പേസ് അറ്റുനേഷൻ ഫംഗ്ഷൻ SAFൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? F/P ദ ഹോൾ സ്ക്വയർ എന്നുള്ളതാണല്ലേ. അപ്പം F ഫോക്കൽ ലെങ്തും P ഫോക്കൽ ഡിസ്റ്റൻസും ആണല്ലേ. ഈ SAF എന്ന് പറഞ്ഞാൽ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്? ഹൗ മച്ച് പവർ ഡെൻസിറ്റി റെഡ്യൂസ് ഡ്യൂ ടു ദ ജിയോമെട്രി ഓഫ് റിഫ്ലക്ടർ എന്നുള്ളത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്പേസ് അറ്റുനേഷൻ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ D ആണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 59. സാറ്റലൈറ്റ് നോൺ ആസ് സ്പിന്നേഴ്സ് are used for options A spin control, option B attitude control, option C power control, option D orbit control. അപ്പോൾ നമുക്കറിയാം സാറ്റലൈറ്റ് സെഗ്മെൻറ്റിനകത്ത് നമ്മൾ സബ്സിസ്റ്റംസ് ഒക്കെ പഠിച്ചപ്പോഴത്തേക്ക് AOC സബ്സിസ്റ്റം അല്ലേ, AOC സബ്സിസ്റ്റം പഠിച്ചപ്പോൾ എന്തായിരുന്നു? ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓർബിറ്റ് കൺട്രോൾ സബ്സിസ്റ്റം അല്ലേ. അതിൽ ആറ്റിറ്റ്യൂഡ് കൺട്രോൾ സബ്സിസ്റ്റത്തിൻ്റെ അകത്ത് വരുന്നതായിരുന്നു എന്ത്? സ്പിൻ സ്റ്റെബിലൈസേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ ഏതാണ്? ആറ്റിറ്റ്യൂഡ് കൺട്രോൾ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്റ്റേഷൻ കീപ്പിംഗ് ഈസ് ആപ്ലിക്കബിൾ ഫോർ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? A ഓർബിറ്റ് കൺട്രോൾ ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്, ഓപ്ഷൻ B ആറ്റിറ്റ്യൂഡ് കൺട്രോൾ ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്, ഓപ്ഷൻ C പവർ കൺട്രോൾ ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്, ഓപ്ഷൻ D തെർമൽ കൺട്രോൾ ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. സ്റ്റേഷൻ കീപ്പിംഗ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സാറ്റലൈറ്റിനെ അതിൻ്റെ അസൈൻഡ് ഓർബിറ്റിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എന്ത്? സ്റ്റേഷൻ കീപ്പിംഗ്. അപ്പോൾ അതെന്താണ് വരുന്നത്? ഓപ്ഷൻ A ഓർബിറ്റ് കൺട്രോൾ ഓഫ് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 61. ദ സിസ്റ്റം വിച്ച് അലൗസ് ദ ആൻറ്റിന ടു ഹാൻഡിൽ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് സിഗ്നൽ സൈമൾട്ടേനിയസ്ലി നോൺ ആസ് ഓപ്ഷൻസ് A ഡിപ്ലെക്സർ, ഓപ്ഷൻ B ഡ്യൂപ്ലെക്സർ, ഓപ്ഷൻ C കമ്പൈനർ, ഓപ്ഷൻ D ഡിവൈഡർ. അപ്പം ആൻറ്റിന സിസ്റ്റത്തിൽ ട്രാൻസ്മിറ്റും റിസീവും സൈമൾട്ടേനിയസ്ലി ചെയ്യാൻ പറ്റുന്നതിന് എന്താണ് പറയുന്നത്? ഡ്യൂപ്ലെക്സർ ആണ് അല്ലേ. ഓപ്ഷൻ B ഡ്യൂപ്ലെക്സർ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 62. വിച്ച് വാസ് ദ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് പ്ലേസ്ഡ് ഇൻ ദ ജിയോസ്റ്റേഷനറി ഓർബിറ്റ്? ഓപ്ഷൻസ് A എംസാറ്റ്, ഓപ്ഷൻ B ഇൻസാറ്റ് 1, ഓപ്ഷൻ C വിസാറ്റ്, ഓപ്ഷൻ D ഇൻഡൽസാറ്റ് 1. നമുക്കറിയാം ജിയോ സ്റ്റേഷനറി ഓർബിറ്റിൽ വരുന്ന ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് അല്ലേ, ഏതാണ്? ഇൻഡൽസാറ്റ് 1. ഇൻഡൽസാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇൻ്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണല്ലേ. ഇതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ഏർലി ബേർഡ് അല്ലേ. ഏർലി ബേർഡ് എന്ന് ചോദിച്ചാലും ഇൻഡൽസാറ്റ് 1 എന്ന് പറഞ്ഞാലും രണ്ടും കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 63. ദ സീരീസ് ഓഫ് ഇൻ്റർകണക്റ്റഡ് യൂണിറ്റ്സ് വിച്ച് ഫോം എ സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ ബിറ്റ്വീൻ ട്രാൻസ്മിറ്റ് ആൻഡ് റിസീവ് ആൻറ്റിന ഇൻ എ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ഇസ് നോൺ ആസ് ഓപ്ഷൻസ് A ട്രാൻസീവേഴ്സ്, B ഡിമൾട്ടിപ്ലെക്സേഴ്സ്, ഓപ്ഷൻ C ട്രാൻസ്പോണ്ടേഴ്സ്, ഓപ്ഷൻ D ഡ്യൂപ്ലെക്സേഴ്സ്. അപ്പോൾ ഒരു സാറ്റലൈറ്റ് സിസ്റ്റത്തിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നൊരു പോയിൻ്റാണ് എന്ത്? ട്രാൻസ്പോണ്ടേഴ്സ് അല്ലേ. ഈ ട്രാൻസ്പോണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വരുന്ന എർത്ത് സ്റ്റേഷനിൽ നിന്ന് വരുന്ന അപ്ലിങ്ക് സിഗ്നലിനെ എന്ത് ചെയ്യും? റിസീവ് ചെയ്യുന്നുണ്ട്, അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്, തിരിച്ചതിനെ ഭൂമിയിലേക്ക് എർത്ത് സ്റ്റേഷനിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റീട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷനും ചെയ്യുന്നത് ആരാണ്? ഈ ട്രാൻസ്പോണ്ടേഴ്സ് ആണ്. ഓപ്ഷൻ C ട്രാൻസ്പോണ്ടർ ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 64. The TV system employs a single outdoor unit so that all channels are made available simultaneously at the indoor receiver is named as options A MATV, option B DBS TV, option C FM TV, option D CA TV. ഏതാണ്? MATV അല്ലേ. അതാണ് നമുക്ക് സിംഗിൾ ഔട്ട്ഡോർ യൂണിറ്റ് എല്ലാ ചാനലിനും കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ MATV എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ്റ്റർ ആൻറ്റിന TV അല്ലേ. ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 65. The ascending nodes of orbit in the GPS constellation are separated by dash and the inclination of each orbit is dash. എന്താണ്? ഓപ്ഷൻസ് A 70 degree and 65 degree, ഓപ്ഷൻ B 60 degree and 55 degree, ഓപ്ഷൻ C 50 degree and 45 degree, ഓപ്ഷൻ D 40 degree and 35 degree. ഇപ്പം അസെൻഡിങ് നോട്ട്സ് ഓഫ് GPS നമുക്കറിയാം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം അല്ലേ. ഇതിൽ അസെൻഡിങ് നോട്ട്സ് വരുന്നത് എത്ര ഡിഗ്രിയിലും അതുപോലെ അതിൻ്റെ ഇൻക്ലിനേഷൻ എത്ര ഡിഗ്രിയിലും ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയ്ക്കാണ് വരുന്നത്? അസെൻഡിങ് നോട്ട്സ് വരുന്നത് 60 ഡിഗ്രിയിലും അതുപോലെ ഇതിൻ്റെ ചാനൽ ഇൻക്ലിനേഷൻ വരുന്നത് 55 ഡിഗ്രിയുമാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 66. ദ പാസീവ് സാറ്റലൈറ്റ് കനോട്ട് ജനറേറ്റ് പവർ ഓഫ് ഇറ്റ്സ് ഓൺ ആൻഡ് റിഫ്ലക്ട് ദ ഇൻസിഡൻറ്റ് പവർ. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ്, അല്ലെങ്കിൽ ഓപ്ഷൻ C എന്നാണ് പാർഷ്യലി ട്രൂ, ഓപ്ഷൻ D ഇറലവൻറ്റ്. നമുക്കറിയാം പാസീവ് സാറ്റലൈറ്റും ആക്റ്റീവ് സാറ്റലൈറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലെന്താണ്? സ്വന്തമായിട്ട് പവർ ജനറേറ്റ് ചെയ്യുന്നതാണ് ഏത്? ആക്റ്റീവ് സാറ്റലൈറ്റ്. പാസീവ് സാറ്റലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന് പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പം ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? കനോട്ട് ജനറേറ്റ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ A ട്രൂ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 67. വിച്ച് കോർഡിനേറ്റ് സിസ്റ്റം ഈസ് യൂസ്ഡ് വിത്ത് GPS സിസ്റ്റം? ഓപ്ഷൻസ് A
ജിയോസിങ്ക്രണസ് ഇക്വറ്റോറിയൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓപ്ഷൻ ബി എർത്ത് സെൻട്രിക് ഇക്വറ്റോറിയൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓപ്ഷൻ സി ജിയോസെൻട്രിക് ഇക്വറ്റോറിയൽ കോർഡിനേറ്റ് സിസ്റ്റം. ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. നമുക്ക് GPS നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? ജിയോസെൻട്രിക് ഇക്വറ്റോറിയൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 68. The effect of eclipse does not affect the operation of geostationary satellite if the satellite longitudes are dash of Earth station. ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എ നോർത്ത് ഈസ്റ്റ്, ഓപ്ഷൻ ബി നോർത്ത് വെസ്റ്റ്, ഓപ്ഷൻ സി ഈസ്റ്റ്, ഓപ്ഷൻ ഡി വെസ്റ്റ്. ഈ എക്ലിപ്സ് വരുന്നത് ഇക്വിനോക്സിൻ്റെ പീരീഡിലാണ്, അതായത് മാർച്ചിൽ സെപ്റ്റംബറിലൊക്കെയാണ് സമരാത്രി ദിനങ്ങൾ വരുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? എക്ലിപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? സണ്ണ് മറയുമ്പോൾ നമുക്ക് സാറ്റലൈറ്റിലേക്ക് സൺലൈറ്റ് കിട്ടാണ്ട് വരുന്ന അതാണ് സോളാർ എക്ലിപ്സ് വരുന്നത് അല്ലേ? അപ്പോൾ ഈ എക്ലിപ്സ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് സാറ്റലൈറ്റ് ഏത് ലോഞ്ചിറ്റ്യൂഡിൽ വരുമ്പോഴാണ് എക്ലിപ്സ് ഡസ് നോട്ട് അഫക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ് ഇത്? നമ്മളുടെ ഇതിൽ പറയുന്നത് വെസ്റ്റ് സൈഡാണ് വരുന്നത്. ലോഞ്ചിറ്റ്യൂഡ് ആർ വെസ്റ്റ് ഓഫ് എർത്ത് സ്റ്റേഷൻ വരുമ്പോഴാണ് അത് നമ്മളുടെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൻ്റെ ഓപ്പറേഷനെ അഫക്റ്റ് ചെയ്യാത്തത്. അപ്പോൾ ഓപ്ഷൻ ഡി വെസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 69. The solar panel in satellite are arranged in the form of dash to obtain high power. Options A rectangular array, option B cylindrical array, option C rectangular solar sail, option D cylindrical solar sail. ഇത് സോളാർ പാനൽസ് പറയാം. സാറ്റലൈറ്റിൻ്റെ മെയിൻ എനർജി സോഴ്സ് എന്ന് പവർ സപ്ലൈ എന്ന് പറയുന്നത് എന്താണ്? സോളാർ പാനലാണ്. അപ്പോൾ ഈ സോളാർ പാനൽ നമുക്ക് ലാർജ് സർഫസ് ഏരിയയും മാക്സിമം സൺലൈറ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് റെക്ടാങ്കുലർ അറേസ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 70. The system which transmit information about the satellite to Earth station and receive command signal from the Earth station is known as options A transponder, option B TT&C, option C transceiver, option D LNA. ഈ എർത്ത് സ്റ്റേഷനും നമ്മളുടെ സാറ്റലൈറ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അത് മെയിനായിട്ട് നടക്കുന്നത് ഏത് വഴിയാണ്? TT&C അല്ലേ? ഇതാണ് ടെലിമെട്രി, ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് എന്നുള്ളതാണ്. ഇതെന്ന് പറയുന്നത് സാറ്റലൈറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു മെയിൻ സബ് സിസ്റ്റമാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 71. The temperature extremes experienced from solar flux and cold background of deep space can be minimized by options A spinning satellite, option B body stabilized satellite, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ്. അപ്പോൾ ഈ സാറ്റലൈറ്റിൻ്റെ കേസിൽ എക്ലിപ്സ് വരുമ്പോഴത്തേക്ക് എക്ലിപ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സോളാറിൻ്റെ ഒട്ടും സഡനായിട്ട് സോളാർ കിട്ടാണ്ട് വരുന്നൊരു അവസ്ഥയും അതുപോലെ അത് മാറുന്ന സമയത്ത് സഡനായിട്ട് സൺലൈറ്റ് വന്നിട്ട് ഇതിലേക്ക് അടിക്കുന്നൊരു സമയത്ത് അതിൽ ഒരു ഹോട്ട് കണ്ടീഷനും അതുപോലെ എക്സ്ട്രീം ആയിട്ടുള്ളൊരു കോൾഡ് കണ്ടീഷനും ഉണ്ടാവും. അത് രണ്ടും എന്ത് ചെയ്യും? ഇതിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ അത് മിനിമൈസ് ചെയ്യുന്നത് സ്പിന്നിങ് സാറ്റലൈറ്റ് വഴിയാണ്. അപ്പോൾ ഇതൊരു സ്പിന്നിങ് എന്ന് പറയുമ്പോൾ റൊട്ടേറ്റ് അറൗണ്ട് അതിൻ്റെ ഒരു ആക്സിസിൽ ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ സ്പിന്നിങ് വഴി നമുക്ക് ഈ ഒരു രണ്ട് എക്സ്പീരിയൻസിനെയും മിനിമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ. Question number 72. Space Transportation System STS is an expendable launch vehicle. The statement is options A true, option B false, option C relevant, option D none of these. സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? STS എന്ന് പറഞ്ഞാൽ എന്താ? നാസയുടെ സ്പേസ് ഷട്ടിലിൻ്റെ മറ്റൊരു പേരാണ് അല്ലേ? അപ്പോൾ ഈ സ്പേസ് ഷട്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു റീയൂസബിൾ ടൈപ്പാണ്. ഈ എക്സ്പെൻഡബിൾ ലോഞ്ച് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീയൂസബിൾ അല്ല, വൺ ടൈം യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്പേസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻഡബിൾ അല്ല, റീയൂസബിൾ ആണ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഫോൾസ് ആണ്. ഓപ്ഷൻ ബി ഫോൾസ് ആണ്. Question number 73. Which band of frequency are used for the satellite service in MSAT? Options A C band, option B KA band, option C KU band, option D L band. അപ്പോൾ നമുക്കറിയാം MSAT എന്ന് പറയുമ്പോൾ ഏതാണ്? മൊബൈൽ സാറ്റലൈറ്റ് സിസ്റ്റം ആണല്ലേ? അതിൽ ഉപയോഗിക്കുന്നത് ഏത് ബാൻഡാണ്? എൽ ബാൻഡാണ്. ഈ എൽ ബാൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് 1 to 2 GHz ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എൽ ബാൻഡാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 74. ഇൻ സി ബാൻഡ് the nominal uplink and downlink frequencies are options A 8 GHz and 6 GHz, option B 12 GHz and 4 GHz, option C 6 GHz and 4 GHz, option D 12 GHz and 6 GHz. അപ്പം നമുക്കറിയാം എല്ലാ ബാൻഡും ഓരോ ബാൻഡിനും അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് അപ്ലിങ്കും ഡൗൺലിങ്കും ഉണ്ട്. സി ബാൻഡ് വരുമ്പോഴത്തേക്ക് ഏതാണ് വരുന്നത്? സി ബാൻഡിൽ അപ്ലിങ്ക് വരുന്നത് 6 GHz ഡൗൺലിങ്ക് വരുന്നത് 4 GHz ആയിരിക്കും. ഈ അപ്ലിങ്ക് ഫ്രീക്വൻസി ആയിരിക്കും എപ്പോഴും ഡൗൺലിങ്കിനെക്കാട്ടിലും കൂടുതൽ വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 75. The conditions required for an orbit to be geostationary.
ഓപ്ഷൻസ് എ ദ ഓർബിറ്റ് മസ്റ്റ് ബി എലിപ്റ്റിക്കൽ, ഓപ്ഷൻ ബി ദ ഓർബിറ്റ് മസ്റ്റ് ബി സർക്കുലർ, ഓപ്ഷൻ സി ദ ഓർബിറ്റ് മസ്റ്റ് ബി പോളാർ, ഓപ്ഷൻ ഡി ദ ഓർബിറ്റ് മസ്റ്റ് ബി ഇൻക്ലൈൻഡ്. എന്താണ്, ഒരു സാറ്റലൈറ്റ് ജിയോ സ്റ്റേഷനറി ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർബിറ്റ് എങ്ങനെയായിരിക്കണം? മസ്റ്റ് ബി എന്തായിരിക്കണം? സർക്കുലർ ആയിരിക്കണം. ഓപ്ഷൻ ബി ദ ഓർബിറ്റ് മസ്റ്റ് ബി സർക്കുലർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും.